ഹലോ സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDC ഫൈനൽ റിവിഷൻ 5ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് ധാരാളം റീസെൻ്റായിട്ട് നടന്ന യൂണിവേഴ്സിറ്റി LGS ഉൾപ്പെടെ ധാരാളം പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുള്ള ചാപ്റ്ററാണ്. അതോടൊപ്പം നമ്മൾ മലയാളവും കറണ്ട് അഫയേഴ്സും പഠിക്കുന്നുണ്ട്. മലയാളവും കറണ്ട് അഫയേഴ്സും നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. പിന്നെ 5 ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 5 ക്ലാസ്സുകളുടെയും നോട്ട് വെച്ചിട്ട്, അതായത് നമ്മൾ ഈ പഠിച്ച 5 ക്ലാസ്സുകളുടെയും കാര്യങ്ങൾ വെച്ചിട്ട് അതോടൊപ്പം ഞാൻ ഇട്ടിട്ടുള്ള, അതായത് നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ LDC ഫൈനൽ റിവിഷൻ എന്ന പ്ലേലിസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോസ് മാത്സ് ഉൾപ്പെടെ, അതായത് LDC മാത്സ് നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലിട്ടുള്ള മാത്സും പിന്നെ ഈ വന്ന കമ്പൽസറി ക്ലാസ്സസും പിന്നെ ഞാൻ അല്ലാതിട്ട വനിതാ സംവരണ ബില്ലും അതുപോലെ നമ്മുടെ മറ്റേ പൗരത്വ ഭേദഗതി നിയമം, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു 50 മാർക്കിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് നാളെ നടത്തും. മനസ്സിലായില്ലേ? നാളെ നിങ്ങൾക്ക് നടത്തുന്നത് നമ്മുടെ റിവിഷൻ ഗ്രൂപ്പിലാണ്, വാട്സപ്പ് ഗ്രൂപ്പിലാണ് നടത്തുന്നത്. അപ്പോൾ റിവിഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ 20 രൂപ പേയ്മെൻറ്റ് അടച്ച് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ശരി. പിന്നെ നമ്മൾ LDC ഓൺലൈൻ ബാച്ച് ഉണ്ട്. 6 ദിവസമാണ് ക്ലാസ് ഉള്ളത്. ഞായറാഴ്ച വെച്ച് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം 3 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ് വരുന്നുണ്ട്. 2 മണിക്കൂർ റെഗുലർ ക്ലാസ്സും പിന്നെ റിവിഷൻ ക്ലാസ് എല്ലാം കൂടെ 3 മണിക്കൂർ കൂടുതൽ ക്ലാസ് വരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഡേ ബാച്ച് ആണെങ്കിൽ 700 രൂപയാണ് മന്ത്ലി ഫീസ്. ഈവനിങ് ബാച്ച് ആണെങ്കിൽ 600 രൂപയാണ് മന്ത്ലി ഫീസ്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ലാസ്റ്റ് റിവിഷൻ ഉണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിവിഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ടേ പോവാം. ഓക്കെ, ദൂലാവും തുടങ്ങും മുമ്പേ ഉറക്കുന്നു ഇതിനെ. പിന്നെ ഇതെന്തൊരു ചിന്തയുണ്ട് ഇങ്ങനെ. ഓക്കോ, തുടങ്ങാൻ പോവേണേ. നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ഭാഗമാണ്. അതിൻ്റെ കുറച്ച് അടിസ്ഥാനപരമായിട്ടും എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, പവർഫുൾ പീപ്പിൾസ് മേക്ക് ഓക്കെ. ഡയലോഗാണ്. അതുപോലെ ഇപ്പോൾ ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞുതരും, അതുപോലെ തിരിച്ച് എനിക്ക് ആ ഡയലോഗ് എനിക്ക് പറഞ്ഞുതരണം കേട്ടോ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. മനസ്സിലായില്ലേ? വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യും, നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുക. ഓക്കെ, അത്ര ഒന്ന് പറഞ്ഞേ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുക. ഓക്കെ, നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇതാരുടെ വാക്കുകളാണ്? രവി അല്ല, പ്ലീസ്, രബീന്ദ്ര ബായാണ് കേട്ടോ, ബാ. അതുപോലെ അരവിന്ദ ഘോഷാണ് കേട്ടോ, അരവിന്ദ ഘോഷ്. സുഭാഷ് ചന്ദ്രബോസ് അല്ല, സുഭാഷ് ചന്ദ്രബോസാണ്. പ്ലീസ്, ഇനി എങ്ങനെ തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞേ. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധരാക്കും. പക്ഷെ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവരോട് ഉപേക്ഷിച്ച് പോവുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി വറ്റി വരളുമ്പോൾ ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമാകും. ഇവിടെ കൂമ്പാരമായിരിക്കും. ക്ലിയർ ആണല്ലോ? ശരി. അപ്പം ഇത് സിമ്പിളായിട്ട് ഓർത്തിരുന്നത് നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന സാധനമാണ്, വീണ്ടും അത് ചോദിക്കും കേട്ടോ. അപ്പോൾ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ആരെ നിർബന്ധരാക്കും? ബ്രിട്ടീഷുകാരെ നിർബന്ധരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ച് പോകുക. നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം എന്ത് ചെയ്തു, വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇതാറ് പറഞ്ഞതാണ്? രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണ്. ഏത് വർഷം പറഞ്ഞതാണ്? 1941 ഇദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം ഗാന്ധിജിയുടെ പ്രാർത്ഥനാ യോഗ സമയത്ത് വെച്ച് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു അല്ലേ? ഓക്കെ, ഗാന്ധിജി എന്നാ മരിച്ചേ? 1948 ജനുവരി 30. ആര് വെടിയേറ്റ് മരിക്കുന്നത്? ഗാന്ധിജി വെടിയേറ്റ്. ചിരിക്കണം, എന്താടാ? 48 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയാമോ? ഹേറാം എന്ന വാക്കാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇദ്ദേഹം വെടിയേറ്റ് മരിക്കുന്ന ഏത് സ്ഥലത്ത് വെച്ചെന്നറിയാമോ? ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഡൽഹിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡേറ്റ് എന്താണ്? 48 ജനുവരി 30. ജനുവരി 30 നമ്മൾ എന്താ ആചരിക്കുന്നത്? ജനുവരി 30 2 പ്രത്യേകത ഉണ്ട്. ഒന്ന് രക്തസാക്ഷി ദിനമാണ്, അതുപോലെ ലോക കുഷ്ഠരോഗ നിരോധന കുഷ്ഠരോഗ നിവാരണ ദിനവും ഏതാണ്? ആന്റി ലെപ്രസി ഡേയും ഏതാണ്? ജനുവരി 30 കേട്ടോ. അതായത് ജനുവരി 30 തന്നെയാണ് രക്തസാക്ഷി ദിനവും, അതുപോലെ ആന്റി ലെപ്രസി ഡേയും ഏതാണ്? ജനുവരി 30. ഈ കേരളത്തിന്റെ ഒരു കുഷ്ഠരോഗ പദ്ധതി ഉണ്ട്, അറിയോ?
അശ്വമേധം. ഏതാണ്? അശ്വമേധം. അശ്വമേധം മാത്രമല്ല, വേറെ സർവേ പദ്ധതിയുണ്ട്. അതായത് സർവേ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളിൽ വന്നിട്ട് ഈ കുഷ്ഠരോഗങ്ങളുടെ ലക്ഷണം പറഞ്ഞു തരും. പറഞ്ഞു തന്നിട്ട് ആ ലക്ഷണം നമുക്കുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കണം വീട്ടിലാക്കെങ്കിലും. ഓക്കെ, ആ പദ്ധതിയുടെ പേരാണ് എൽസ. ഏതാണ്? എൽസ. അശ്വമേധം കുഷ്ഠരോഗ നിവാരണ പദ്ധതി തന്നെയാണ്. ഈ അശ്വമേധം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഏത്? എൽസ. എൽസയുടെ പൂർണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ELSA. എൽസയുടെ പൂർണ്ണരൂപമാണ് എറഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. അതാണ് എൽസ. അതും എന്താണ്? കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, സുഹൃതം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? സുഹൃതം പദ്ധതി സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഏത്? സുഹൃതം. ഓക്കെ, സുഹൃതം. ഓക്കെ, സുഹൃതം എന്ന സിനിമ ഉണ്ടാണെന്നറിയോ? ആരുടെ സിനിമ എന്നറിയോ? സുരേഷ് ഗോപി. തെറ്റ്. സുഹൃതം സുരേഷ് ഗോപി അല്ല, മമ്മൂട്ടിയുടെ സിനിമയാണ് കേട്ടോ. മമ്മൂട്ടിയുടെ. അതുകൊണ്ട് തന്നെ സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. അപ്പൊ സുഹൃതം സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സുഹൃതം സിനിമ പഴയ പടമാണ്. ആദ്യം കണ്ടിട്ടുണ്ടോ? പഴയ ആൾക്കാരൊക്കെ. സുദർശന കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ ടൈമിലുള്ള സിനിമയാണ് സുഹൃതം. അല്ല, കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അതിൽ നിന്നും പഴയതാണ്. ഓക്കെ. ഈ ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ് വെടിയേറ്റ് മരിച്ചത്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്നത് മത തീവ്രവാദിയുടെ കയ്യിൽ നിന്നാണ് ആര് വെടിയേറ്റ് മരിച്ചത്? ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഓക്കെ, അടുത്ത കൊട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രകാശം എന്ത് ചെയ്തു? മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമ്മൾ സ്വതന്ത്രാനന്തര ഇന്ത്യയാണ് പറയാൻ പോണേ അല്ലേ? ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്ന സമയത്ത് നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യ മുഴുവൻ. ഓക്കെ, എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ 565 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. എത്ര നാട്ടുരാജ്യങ്ങൾ? 565 നാട്ടുരാജ്യങ്ങൾ. ഓക്കെ, 565 നാട്ടുരാജ്യങ്ങളെയാണ് സ്വതന്ത്രമാക്കി ആര് ഇന്ത്യയെ കൊടുക്കുന്നത്? ബ്രിട്ടീഷുകാർ കൊടുക്കുന്നത്. ആ നാട്ടുരാജ്യങ്ങൾക്ക് അവർ 3 അധികാരം കൊടുത്തു. എന്തൊക്കെയാണ് 3 അധികാരങ്ങൾ? ഒന്നുകിൽ സ്വതന്ത്രമായി നിൽക്കാം. നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? സ്വതന്ത്രമായി നിൽക്കാം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? പാകിസ്ഥാൻ. അപ്പൊ 565 നാട്ടുരാജ്യങ്ങളെയാണ് ആര്? ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് കൊടുത്തിട്ട് പോയത്. മനസ്സിലായില്ലേ? അപ്പൊ ആ നാട്ടുരാജ്യങ്ങൾക്ക് 3 അധികാരം ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഇന്ത്യയിൽ നിൽക്കാം, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിൽക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? സ്വതന്ത്രമായി നിൽക്കാം. ഓക്കെ, ശരി. കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ആരാണ് പിള്ളേരെ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അടുത്ത സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പട്ടേൽ നിയമിച്ചൊരു വ്യക്തിയുണ്ട്. ആരാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പട്ടേൽ നിയമിച്ച വ്യക്തിയാണ് ആര്? പി മേനോൻ. അദ്ദേഹം എന്താണ്? മലയാളി. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്ത ആരാണ്? പട്ടേലാണ്. ഈ പട്ടേൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായിട്ട് നിയമിച്ച ആരെയാണ്? സെക്രട്ടറി നിയമിച്ച ആരെയാണ്? VP മേനോനാണ് കേട്ടോ. ഓക്കെ, ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട പ്രധാന വകുപ്പുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അതായത് ഈ പറഞ്ഞ നാട്ടുരാജ്യങ്ങൾക്ക് ഇങ്ങനെ നിൽക്കണമെങ്കിലും ഇവര് പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകളുടെ നിയന്ത്രണം ആർക്ക് കൊടുക്കണമായിരുന്നു? കേന്ദ്ര സർക്കാരിന് കൊടുക്കണമായിരുന്നു. ഏതൊക്കെയാണ് വകുപ്പുകൾ? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാ? രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രി. ഇപ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. ഇപ്പോഴത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ. ഇപ്പോഴത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്. എന്നാൽ ഇപ്പോഴത്തെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരാ? അശ്വിനി വൈഷ്ണവ്. ആരാണ്? അശ്വിനി വൈഷ്ണവ്. അപ്പൊ ഇപ്പോഴത്തെ 3 പ്രധാനപ്പെട്ട വകുപ്പുകളും മന്ത്രിയും പറഞ്ഞു. പ്രതിരോധം രാജ്നാഥ് സിംഗ് ആണ്. വിദേശകാര്യം സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്. വാർത്താവിനിമയം അശ്വിനി കുമാർ വൈഷ്ണവ് അല്ലെ അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 3 വകുപ്പുകളുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ ആർക്ക് കൊടുക്കണമായിരുന്നു? കേന്ദ്ര സർക്കാർ. അപ്പൊ ലയനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഓക്കെ, എന്നാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള അധികാരം ഉണ്ടെന്ന്. ആ അധികാരം പ്രയോഗിച്ച 3 പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനാഗഡ്. കേട്ടോ. ഇതൊക്കെ നമ്മൾ വേറെ പഠിക്കും. ഇതെങ്ങനെ ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ പഠിക്കാനുണ്ട്. ഷംനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആ കാക്കയുടെ കരച്ചിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ശരി. ഇതിന് കരയണം കാക്ക.
നമുക്ക് കുറച്ച് ഓർമ്മയുണ്ടോ വിശന്നിട്ട് ആൾക്കാരാണ് ആ പാവയവൻ ഇപ്പം പറയണത്. പിന്നെ കുറേ കഥകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗസ്നേഹികളെ അവനെ തട്ടും. ഓക്കെ, ഹൈദരാബാദ് എന്താണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഓക്കെ, ശരി. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങളുണ്ടായി. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രമായ അപ്പം ഇല്ല. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആർക്കൊക്കെ അധീനത ഉണ്ടായിരുന്നു? ഫ്രാൻസിനും പോർച്ചുഗീസിനും ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇനി സ്ഥലങ്ങൾ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് ഫ്രാൻസുകാർ ഉണ്ടായിരുന്നത് പറയണം കേട്ടോ. ഓക്കെ, ഫ്രാൻസ് പോണ്ടിച്ചേരി, കാരക്കല്, മാഹിയാനം. ഇവിടെ എല്ലാം എന്തുണ്ടായിരുന്നു? ഫ്രാൻസുകാർ. ജോബിനെ ശ്രദ്ധിച്ചിരിക്കുക, ഉച്ചയാണ് വിശക്കുന്നുണ്ട്, ഉറക്കമാണ് എനിക്ക് മനസ്സിലായി, എന്നാലും ശ്രദ്ധിക്കുക കേട്ടാ. പോണ്ടിച്ചേരി, കാരക്കല്, മാഹിയാനം. ഇവിടെ ഏത് വർഷമാണ് ഇതിനെയൊക്കെ നമുക്ക് ഇന്ത്യ കിട്ടിയത്? 54 നമുക്ക് ഈ പറഞ്ഞ 4 ഫ്രാൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, പോർച്ചുഗീസുകാർ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ഗോവ, ദാമൻ, ദിയു. ഏത് വർഷമാണ് ഇത് നമുക്ക് ഇന്ത്യ കിട്ടിയത്? 60 ഇത് നമുക്ക് ഇന്ത്യക്ക് കിട്ടി. മനസ്സിലായില്ലേ? അപ്പം ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യന്മാരും അവസാനം പോയ യൂറോപ്യന്മാരും ആരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യന്മാരും അവസാനം പോയ യൂറോപ്യന്മാരും ആരാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. അപ്പോൾ 1961 യൂറോപ്യൻകാർ എന്ത് ചെയ്യുന്നത്? പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് പോകുന്നത്. എപ്പോഴാണ് പോർച്ചുഗീസുകാർ വന്നത്? 1948 ജനുവരി 30 അല്ലേ? ഗാന്ധിജിയുടെ മരണം കൂടെ വന്നതാടാ. നീ 1948 ജനുവരി 30 പറഞ്ഞതിന് അത് 1498 മെയ് 20 ആര് വരുന്നത്? പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരണത്. അവർ പുറത്ത് പോണത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 ഡിസംബർ 19 അറിയത്തില്ലേ പിള്ളേരെ? എന്താ ഡിസംബർ 19? ഗോവ വിമോചന ദിനമാണ് ഏത്? ഡിസംബർ 19. ഗോവ വിമോചന ദിനമാണ് ഏത് പിള്ളേരെ? ഡിസംബർ 19. ഓക്കെ, അപ്പൊ അതത്ര മനസ്സിലായല്ലോ. അപ്പൊ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷവും ഇന്ത്യയിൽ ആരുണ്ട്? യൂറോപ്യന്മാർ. പോർച്ചുഗീസുകാർ ഉണ്ട്, പോർച്ചുഗീസുകാരും ഫ്രാൻസുകാരും ഉണ്ട്. ഇതിൽ ഫ്രാൻസുകാർ എവിടെയൊക്കെ ഉണ്ടായിരുന്നത്? പോണ്ടിച്ചേരി, കാരക്കല്, മാഹിയാനം. ഓക്കെ, ഈ പോണ്ടിച്ചേരിയും കാരക്കലും മാഹിയാനത്ത് എന്നൊക്കെ ഫ്രാൻസുകാർ എപ്പോഴും നമ്മൾ ഓട്ടിക്കുകയാണ്? 54 ഓട്ടിക്കുകയാണ്. മനസ്സിലായില്ലേ? അടുത്ത് പോർച്ചുഗീസുകാർക്ക് എവിടെയാണ്? ഗോവ, ദാമൻ, ദിയു. ഓക്കെ, ഇവിടെ നിന്ന് എപ്പോഴാണ് പോകുന്നത്? 61 ഇവിടെ നമ്മൾ ഇവരെ മോചിപ്പിക്കുന്നത്. ഈ ഗോവ വിമോചന ദിനം ചോദിക്കുകയാണെങ്കിൽ 61 ഡിസംബർ 19 ആണ്. മനസ്സിലായ? ഓക്കെ, ഇവിടെ ഈ ഫ്രാൻസിന്റെ തലസ്ഥാനം എന്ന് പറയും. പാരീസ്. ഓക്കെ, ഏത് വർഷത്തെ ഒളിമ്പിക്സ് ആണ് പാരീസ് വെച്ച് നടക്കാൻ പോകുന്നത്? 2024. അതായത് അരുണ്ട ഭാഗ്യം ഇല്ലേ ഒളിമ്പിക്സ് കാണാൻ പറ്റൂലേ? പാരീസിൽ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗലിന്റെ തലസ്ഥാനം പറയേ? ലിസ്ബൺ. ഓക്കെ, പോർച്ചുഗലിന്റെ തലസ്ഥാനം ലിസ്ബൺ ആണ് കേട്ടോ. ജർമ്മനിയുടെ തലസ്ഥാനം പറഞ്ഞ? ജർമ്മനി തലസ്ഥാനം ഏതാ? ബെർലിൻ ആണ് ജർമ്മനിയുടെ തലസ്ഥാനം. നമ്മൾ കിസിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഹെൽസിങ്കി ഏതാ? ഫിൻലാൻഡ് തലസ്ഥാനമാണ് ഫിൻലാൻഡിന്റെ തലസ്ഥാനമാണ് ഏത്? ഹെൽസിങ്കി. ഓക്കെ, ടിബിലിസി ഏതായിരുന്നു തലസ്ഥാനം? ടിബിലിസി ആർക്കും പറയാം? ടിബിലിസി ആദ്യം പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യ അക്ഷരം അവസാന അക്ഷരം സെയിം ആണ്. സെയിം അല്ല, മൂന്നാം അക്ഷരം സെയിം ആണ്. മൂന്നാം അക്ഷരം ജോർജിയയുടെ തലസ്ഥാനമാണ് ഏത്? ടിബിലിസി. ജോർജിയയുടെ തലസ്ഥാനമാണ്. ജോർജിയയുടെ തലസ്ഥാനമാണ് ഏത്? ടിബിലിസി. ഓക്കെ, ശരി. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ശരി. അപ്പം 1924 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ്? പാരീസിൽ വെച്ചിട്ടാണ്. അങ്ങനെ 1926 ലോകകപ്പ് എവിടെ വെച്ചിട്ടാണ്? ഫുട്ബോൾ ലോകകപ്പ് 2026. ഞാൻ ഇത് പറഞ്ഞത് സോറി, ഞാൻ കുറച്ച് പേരിലോട്ട് പോയി. ഓക്കെ, 2026 ഒളിമ്പിക്സ് വെച്ചിട്ടാ. അയ്യോ, ഇന്ന് മൊത്തം വെള്ളിയാണല്ലോ. 2026 ഫുട്ബോൾ ലോകകപ്പ് വെച്ചിട്ടാണ്? മെക്സിക്കോ, കാനഡ, USA. മെക്സിക്കോ, കാനഡ, USA വെച്ചിട്ടാണ് ഏത് നടക്കുന്നത്? 26 ഫുട്ബോൾ ലോകകപ്പ്. 2024 ഒളിമ്പിക്സ്. ഈ വർഷത്തെ ഒളിമ്പിക്സ് വെച്ചിട്ടാണ്? ഉറപ്പായിട്ട് ചോദിക്കും. ഈ വർഷം നടക്കുന്ന പരീക്ഷകൾക്ക് ചോദിക്കും. 2024 ഒളിമ്പിക്സ് വെച്ചിട്ടാണ് പാരീസ്. 2028 ഒളിമ്പിക്സ് വെച്ചിട്ടാണ്? ലോസ് ഏഞ്ചലസ്
ലോസ് ഏഞ്ചൽസ് അമേരിക്ക. ഈ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? PT ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ്? 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. ചോദിച്ചതാണ്, വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് കേട്ടോ. ഓക്കെ, ആരും ഉറങ്ങല്ലേടാ പ്ലീസറേ. ഓക്കെ, ശരി. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായി. അടുത്ത ഇന്ത്യ വിഭജനമായിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശരി. മേഘദാക്കധാര ആരാ സംവിധാനം? മേഘദാക്കധാര ആരാണ്? ഋത്തിക് കട്ടക്. ആരാണ്? ഋത്തിക് കട്ടക്. മേഘദാക്കധാര ഋത്തിക് കട്ടക്. ഓക്കെ, എന്താ കണക്ഷൻ ഉണ്ടല്ലോ എൻ്റെ? മേഘദാക്കധാര ആരാണ് പിള്ളേര്? ഋത്തിക് കട്ടക്. ഓക്കെ, ഗരം ഹവ MS സത്യു. ആരാണ്? MS സത്യു കേട്ടോ. ഗരം ഹവ എന്താണ്? ആരാണ് സംവിധാനം? MS സത്യുയുടെ ഗരം ഹവ MS സത്യു. തമസ് ഗോവിന്ദ് നിഹലാനി. തമസ് ആരാണ്? ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സ് ആണ് വളരെ. പമേല റൂക്സ്. ഓക്കെ, അപ്പം മേഘദാക്കധാര ഋത്തിക് കട്ടക്. മേഘദാക്കധാര ഋത്തിക് കട്ടക്. എങ്ങനെ ഓർത്തിരിക്കാം? എന്നൊരു പറയടാ. ദാക്കധാര ഋത്തിക് കട്ടക് എങ്ങനെ ഓർത്തിരിക്കുക? നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കണം? നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കണക്ഷൻ പറ. വായിച്ച് അങ്ങനെ ആയതാണ്. ഓക്കെ, മേഘദാക്കധാര ഋത്തിക് കട്ടക്. ഗരം ഹവ MS സത്യു. അതെങ്ങനെ ഓർത്തിരിക്കും? എന്താ കണക്ഷൻ ഉണ്ടായിരുന്നു? പക്ഷെ കണക്ഷൻ നിങ്ങൾ പറയുന്നില്ല, എനിക്കും കിട്ടുന്നില്ല. തമസ് ഗോവിന്ദ് നിഹലാനി കേട്ടോ. ഗോവിന്ദ് നിഹലാനി തമസ്. ട്രെയിൻ ടു പാകിസ്ഥാൻ മറ്റേ പാകിസ്ഥാൻ പമേല റോക്സ് അത് കിട്ടുന്നുണ്ട്. തമസ് ഗോവിന്ദ് നിഹലാനി. വേണമെങ്കിൽ മറ്റേ ഹിന്ദു മിത്തോളജി പറയാം. തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന ഗോവിന്ദൻ ശ്രീകൃഷ്ണൻ. ഓക്കെ, തമസ് ഗോവിന്ദ് നിഹലാനി. ഇത് നമുക്ക് അറിയാം, അതാണ് നമ്മളെ വിഷയം. നമുക്ക് കണക്ഷൻ ഇല്ലാതെ നമുക്ക് അറിയാം, അല്ലേ അർച്ചന? ഓക്കെ, മേഘദാക്കധാര ഋത്തിക് കട്ടക്. ഗരം ഹവ MS സത്യു. തമസ് ഗോവിന്ദ് നിഹലാനി. ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റോക്സ്. വിശേഷ ശ്രദ്ധിക്കുക തന്നെ. അതിലൊന്നുമല്ല പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. ഓക്കെ, ശരി. ഒന്ന് പഠി. ചോദിക്കട്ടെ. കൊട്ടേഷൻ ഇവിടെ പറഞ്ഞില്ലേ? കൊട്ടേഷൻ അവിടെ സുദർശന കൊട്ടേഷൻ എന്ന് പറഞ്ഞേ. നിർബന്ധിതരാക്കും. ഉറവ് പറ്റി. അത് ഉറവ് പറ്റി. ഇവിടെ കിണർ വെക്കുന്ന കാര്യങ്ങളും പറഞ്ഞ ഇവിടെ ആരെങ്കിലും? നൂറ്റാണ്ടുകളായുള്ള അവിടെ ഭരണത്തിന്റെ അരുവി മറ്റ് ചെളിയും ഇതൊക്കെ കോരിയിട്ട് അഴുക്കിന്റെയും ചെളിയുടെയും കൂമാരമായിരിക്കും ഇവിടെ ഉപയോഗിക്കുക. ആര് പറഞ്ഞത്? ഏത് വർഷം പറഞ്ഞത്? 41. ഓക്കെ, ഇരുന്നോ. ശരി. ഓക്കെ, അവിടെ ഗാന്ധിജി മരിച്ചത് എപ്പോഴാ ശരണ്യ? എവിടെ വെച്ചിട്ട്? സ്ഥലം ഡൽഹിയിൽ പ്രാർത്ഥന യോഗ സ്ഥലത്ത് വെച്ച് കേട്ടോ. ഓക്കെ, ഗാന്ധിജിയെ വധിച്ചതാരാ? ഷംന? നാഥറാം വിനായക് ഗോഡ്സെ. ഓക്കെ, ഗാന്ധിജി മരിച്ചപ്പോഴ് നെഹ്റു എന്താ പറഞ്ഞേ? എവിടെയും ഇരുട്ടാണ്. ഓക്കെ, ശരി. അടുത്ത ഈ ഗാന്ധിജി മരിച്ച ജനുവരി 30 നമ്മൾ എന്താ ആചരിക്കുന്നേ? രക്തസാക്ഷി ദിനം അല്ലാതെ എന്താ ആചരിക്കുന്നേ? ഞാൻ തന്നെ ആന്റി റെപ്രസെന്റ്. ഓക്കെ, കുഷ്ഠരോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന പദ്ധതി കേരള സർക്കാരിന്റെ അശ്വമേധം. മറ്റേ വീടുകളിൽ പോയി സർവേ നടത്തുന്ന പദ്ധതി ഏതാ? എൽസയുടെ പുനരുവ എന്താ? Eradication of leprosy through self-reporting and awareness. Eradication of leprosy through self-reporting and awareness. സുബിനെ, കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിനെ ചുമതല വഹിച്ചിരുന്നത്? പട്ടേൽ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയെ പട്ടേൽ നിയമിച്ചത്? VP മേനോൻ. ഓക്കെ, ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട വകുപ്പുകൾ ഏതൊക്കെയായിരുന്നു? പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. സുദർശന, പ്രതിരോധ വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ? ഓക്കെ, അവിടെ ശരണ്യ വിദേശകാര്യം? S ജയശങ്കറിന്റെ മുഴുവൻ പേരെന്താ? സുബ്രഹ്മണ്യ ജയശങ്കർ. ഇവിടെ വാർത്താവിനിമയം? അശ്വനി വൈഷ്ണവ്. ഓക്കെ, ഇനി ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാ? ഓക്കെ, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇവിടെ വല്ല ഉണ്ടായിരുന്ന? എന്തുണ്ടായിരുന്നു? പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്നു. ഓക്കെ, ഫ്രാൻസുകാർ എവിടെയൊക്കെ ഉണ്ടായിരുന്നു?
പോണ്ടിച്ചേരി, കാരക്കൽ, മാഹിയാനം. ഈ എപ്പോഴാണ് ഇത് വിട്ടുപോയത്? നോക്കരുത്. 54. ഓക്കെ. പോർച്ചുഗീസുകാരുണ്ടായിരുന്നടാ? പോർച്ചുഗീസുകാരുണ്ടായിരുന്നു ഗോവ, ദാമൻ. എപ്പോഴാണ് പോയത്? 1961. എവിടെ? ഫ്രാൻസിന്റെ തലസ്ഥാനം പാരീസ്. ഏത് വർഷത്തെ ഒളിമ്പിക്സാണ് പാരീസിൽ നടക്കുന്നത്? 2024. എടാ, അപ്പൊ 28 ഒളിമ്പിക്സ് വെച്ചിട്ടാ? ലോസ് ഏഞ്ചലസ്. 32 ഒളിമ്പിക്സ് വെച്ചിട്ടാ? 30 പറഞ്ഞില്ലേ അവളെ? 32 ബ്രിസ്ബൻ ആണ്. ബ്രിസ്ബൻ ഓസ്ട്രേലിയ. 1900 കയറിയിരുന്നത്. അല്ല, ഞാൻ അങ്ങ് പോവുക. എന്റെ മനസ്സിൽ ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടമാണ് എന്റെ മനസ്സിലിരിക്കുന്നത് ഇപ്പോഴും. ഞാൻ നാളെ പോണ്. ഓക്കെ. എടാ, 2032 ഒളിമ്പിക്സ് ബ്രിസ്ബൻ. 2026 ഫുട്ബോൾ ലോകകപ്പ് വെച്ചിട്ടാ? മെക്സിക്കോ, അമേരിക്ക, കാനഡ. ഓക്കെ, ശരി. സിനിമകൾ ചോദിക്കാൻ പോവുകയാണേ. അടുത്ത് ഞാൻ അവിടെ അല്ലേ സുദർശന? മേഘാദാക്കധാര, ഋത്തിക്ക്, കട്ടക്ക്. ഓക്കെ. ഗരം ഹവ അവിടെ ശരണ്യ, MS സത്യു, താമസ് ലാനി. ഓക്കെ. പമേല റോക്സിന്റെ സിനിമ ട്രെയിൻ ടു പാകിസ്ഥാൻ. ഓക്കെ. പാസേജ് ടു ഇന്ത്യ എഴുതിയാന്നറിയാം ഒരു കൃതിയുണ്ട്, പാസേജ് ടു ഇന്ത്യ. പാസേജ് ടു ഇന്ത്യ. പാസേജ് ടു ഇന്ത്യ എഴുതിയതാണെന്നറിയാമോ? ഫ്രോസ്റ്റർ ആണ് കേട്ടോ. EM ഫ്രോസ്റ്റർ ആണ് കേട്ടോ. EM ഫ്രോസ്റ്റർ ആണ് പാസേജ് ടു ഇന്ത്യ എഴുതിയത്. ഓക്കെ. പാസേജ് ടു ഇന്ത്യ കേട്ടോ. പാസേജ് ടു ഇംഗ്ലണ്ട് എഴുതിയത് നിരാദ് സി ചൗധരി. ആരാണ്? നിരാദ് സി ചൗധരി കേട്ടോ. നിരാദ് സി ചൗധരിയാണ് പാസേജ് ടു ഇംഗ്ലണ്ട് എഴുതിയത്. മനസ്സിലായി? 2 പ്രധാനപ്പെട്ട കൃതികളാണ്. പാസേജ് ടു ഇംഗ്ലണ്ട് എഴുതിയത് നിരാദ് സി ചൗധരിയാണ്. നിരാദ് സി ചൗധരി. പാസേജ് ടു ഇന്ത്യ എഴുതിയത് ആരാണ്? EM ഫ്രോസ്റ്റർ. ആരാണ്? EM ഫ്രോസ്റ്റർ ആണ് പാസേജ് ടു ഇന്ത്യ എഴുതിയത്. പാസേജ് ടു ഇംഗ്ലണ്ട് എഴുതിയത് ആരാണ്? നിരാദ് സി ചൗധരി. ഓക്കെ. നമുക്ക് ഇനി VP മേനോനെ കുറിച്ച് പഠിക്കാണ്ട് നമുക്ക് VP മേനോനെ പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, ഈ ഒരു പോർഷൻ. ഓക്കെ. അതിനെ കുറിച്ച് കണ്ടറിസ് നോക്കാണ്ട്. ശരി. 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ആര് ജനിക്കുകയായി? VP മേനോൻ ജനിക്കുക. VP മേനോൻ മുഴുവൻ പേര് വാപ്പാല പങ്കുണ്ണി മേനോനാണ്. വാപ്പാല പങ്കുണ്ണി മേനോൻ. ഇത് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞില്ല, ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് കേട്ടോ. അപ്പോൾ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ആര് ജനിക്കുന്നത്? VP മേനോൻ ജനിക്കുന്നത്. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. ഡൽഹി സെക്രട്ടേറിയറ്റിൽ എന്തായി പ്രവർത്തിച്ചിട്ടുണ്ട്? ക്ലർക്കായി പ്രവർത്തിച്ചിട്ടുണ്ട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ കേട്ടോ. ഓക്കെ. പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അപ്പൊ ആർക്കൊക്കെ ഒപ്പം? പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ എന്ത് പങ്ക് വഹിച്ചാ? നിർണായക പങ്ക് വഹിച്ചു. ഓക്കെ. അപ്പൊ ഇത്ര പറഞ്ഞേ. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് എന്ത് ജനിച്ചു. എവിടാ? ഡൽഹി സെക്രട്ടറിയിൽ എന്തായിട്ട് ജോലി ചെയ്തു? സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ചോദിക്കും. ഡൽഹി സെക്രട്ടറിയിൽ ക്ലർക്കായിട്ട് എന്ത് ചെയ്തു? ജോലി ചെയ്തു. ആർക്കൊക്കെ ഒപ്പം? പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സമ്മേളനത്തിൽ എന്ത് ചെയ്ത പിള്ളേരെ നിർണായക പങ്ക് വഹിച്ചു. VP മേനോൻ എവിടുത്തെ ഗവർണർ ആയിട്ടുണ്ട്? ഒറീസയിൽ ഗവർണർ ആയിട്ടുണ്ട്. VP മേനോൻ എവിടെ ഗവർണർ ആയിട്ടുണ്ട് പിള്ളേരെ? ഒറീസയിൽ ഗവർണർ ആയിട്ടുണ്ട്. ഏത് വർഷം അറിയാമോ? 1952 കേട്ടോ. അപ്പൊ VP മേനോൻ ഒഡീഷയിൽ ഗവർണറായ വർഷം ഏതാണ് പിള്ളേരെ? 1952. ഓക്കെ. ഈ ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്ന ആരാണ്? സുപ്രീം കോടതി പറഞ്ഞത്. പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആരാണ് പിള്ളേരെ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേട്ടോ. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലാന്ന് വിചാരിക്കുക, എങ്കിൽ ആരായിരിക്കും? ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി. ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയും ഇല്ലെങ്കിൽ അതായത് ആദ്യം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മനസ്സിലായില്ലേ? അത് അദ്ദേഹം ഇല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മുതിർന്ന ജഡ്ജി, അദ്ദേഹം ഇല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മുതിർന്ന ജഡ്ജി. അതാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സത്യമായി ചൊല്ലിക്കൊടുക്കാൻ പറ്റത്തില്ല. ഇതേപോലെ തന്നെയാണ് രാഷ്ട്രപതിയുടെ കാര്യത്തിൽ. രാഷ്ട്രപതിക്ക് ആരാ ചൊല്ലിക്കൊടുക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചൊല്ലിക്കൊടുക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആരാണ്? സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി. നമുക്ക് ചോദിച്ച ചോദ്യമാണിത്, മനസ്സിലായില്ലേ? പരീക്ഷ ചോദിച്ചതാണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ചൊല്ലിക്കൊടുക്കുന്നത്. മുതിർന്ന
ജഡ്ജിയും ആബ്സെന്റ് ആണെങ്കിൽ അത് തൊട്ട് താഴെയുള്ള ആൾ. മനസ്സിലായില്ലേ? അത് കാര്യം ക്ലിയർ ആണല്ലോ. ഇനി ഈ ഗവർണറുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. എങ്കിൽ ഞാൻ പറയട്ടെ, ഗവർണറുടെ കാലാവധി 5 വർഷമാണെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഗവർണർക്ക് അദ്ദേഹത്തിന്റെ പദവി ഇരിക്കാൻ കഴിയും. ശരിയോ തെറ്റോ? ശരിയാണ്. ഗവർണർക്ക് 5 വർഷമേ കാലാവധി ഉള്ളുവെങ്കിലും രാഷ്ട്രപതിക്ക് താല്പര്യമാണെങ്കിൽ, ഇന്ത്യ ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ ആരാ? ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞെന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? ആ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേറെ എതിർപ്പൊന്നുമില്ല, അദ്ദേഹത്തിന് താല്പര്യമാണ്, ഇന്ത്യൻ രാഷ്ട്രപതിക്ക് താല്പര്യമാണെങ്കിൽ ആർക്കിരിക്കാം? ആരിഫ് മുഹമ്മദ് ഖാൻ തുറന്നിരിക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ ഇങ്ങനെ പഠിച്ചോണം പിള്ളേരെ. ഗവർണറുടെ കാലാവധി 5 വർഷം, ഓക്കെ. അതിന് ശേഷമുള്ള പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ഉറക്കം വേണം അല്ലേ? എല്ലെണ്ണത്തെയും പറപ്പിക്കും. ഞാൻ ഇവിടെ വന്നിരുന്ന് കോട്ട വേഗം തിന്നിറക്കുകയാണ്. നീ ഒരെണ്ണം തിന്നില്ല നേരത്തെ? ഇല്ല. ഓക്കെ, ശരി. അപ്പം ബിപിൻ മേനോൻ ഒറീസയിൽ എന്തിട്ടുണ്ട് പിള്ളേരെ? ഗവർണർ ആയിട്ടുണ്ട്. ഏത് വർഷമായിട്ടുണ്ട്? 52 അല്ലേ? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇത് ഇപ്പൊ നമുക്ക് ചോദിച്ചതാണ് കേട്ടോ പരീക്ഷയ്ക്ക്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? ബിപി മേനോൻ ആണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകങ്ങളുടെ കർത്താവ് ആരാണ്? ബിപി മേനോൻ ആണ്. ഓക്കെ. ഈ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയാരാ? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതി സർദാർ KM പണിക്കർ. നമുക്കത് ഈ VP മേനോനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പേരാണ് ആര്? ഈ 3 ആൾക്കാരുണ്ട് ഇവിടെ. VP മേനോൻ, VK കൃഷ്ണമേനോൻ, സർദാർ KM പണിക്കർ. ഈ 3 ആൾക്കാരെ നന്നായി പഠിച്ചു വെച്ച് വേണം. മനസ്സിലായില്ലേ? ഇവരിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട് ഈ 3 ആൾക്കാരിൽ നിന്ന്. കേട്ടോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയാരാണ്? സർദാർ KM പണിക്കർ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയാരാണ്? VP മേനോൻ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം എഴുതിയാരാണ്? VP മേനോൻ. മനസ്സിലായല്ലോ? VP മേനോനെ കുറിച്ച് പറഞ്ഞ 1894 എവിടെ ജനിച്ചു? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. ഡൽഹി സെക്രട്ടറിയേറ്റിൽ എന്തായിട്ട് ജോലി ചെയ്ത്? ക്ലർക്കായിട്ട് ജോലി ചെയ്ത്. പട്ടേലിനും ക്ലർക്കായിട്ട് താമസിച്ച. ഓക്കെ. അടുത്ത് പട്ടേലും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സമ്മേളനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഒഡീഷയിൽ എന്ത് ചെയ്തു? ഗവർണറായി. ഏത് വർഷം? 1952. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങൾ എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു നോ അറിഞ്ഞു തോന്നണേ, കോട്ടയിടാൻ പേരിടാ അല്ല. ഓക്കെ, ശരി. അപ്പൊ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം എഴുതിയാരാണ്? സർദാർ KM പണിക്കർ. ഓക്കെ, ഒന്ന് വായിച്ചോ. സുബിന കറണ്ട് വയസ്സിന് എടുത്താണ്ട. ബിപി മേനോനെ കുറിച്ച് പറയടാ. 1994 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. ബാക്കി ഡൽഹിയില് അല്ല വേണ്ട 1952 ഒഡീഷയിലെ ഗവർണറായിട്ട് പ്രവർത്തിച്ചു. അടുത്ത് ഡൽഹിയില് സെക്രട്ടേറിയറ്റില് ക്ലർക്കായിട്ട് കളക്ടർ കളക്ടറല്ല, ഡോക്ടർ. ഓക്കെ, അടുത്ത് നെഹ്റുവിനും പട്ടേലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. എന്തിനു പ്രവർത്തിച്ചു? ഈ സംസ്ഥാന സംഘടന. അത് സർദാർ KM പണിക്കർ. നാട്ടുരാജ്യങ്ങളെ പുനഃസംഘ. ഓക്കെ, അടുത്ത് ബാക്കി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റും പുസ്തകങ്ങൾ. അടുത്ത് കഴിഞ്ഞില്ല. ഗവർണറുടെ സത്യപ്രതിജ്ഞ. ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഇല്ലെങ്കിൽ ഹൈക്കോടതി മുതിർന്ന ജഡ്ജി, അതും ഇല്ലെങ്കിൽ ആ ഹൈക്കോടതിയിൽ തന്നെ അടുത്ത മുതിർന്ന. ഓക്കെ. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഇല്ലെങ്കിൽ മുതിർന്ന ജഡ്ജി, അതില്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴത്തെ മുതിർന്ന ജഡ്ജി. ഓക്കെ. ഗവർണറുടെ കാലാവധിയെ കുറിച്ച് സംസാരിച്ചേ. ഗവർണർക്ക് 5 വർഷമാണ് കാലാവധി. എന്നാലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഗവർണറായി തുടരാം. ഓക്കെ. പക്ഷെ മറ്റേ ആ കമന്റ് പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ പൈസക്ക് ഇരുത്തിക്കണാണോ? പൈസ ഇരുത്തിക്കണാണോ? ഒരു കമന്റ് ഇവന്മാരെ പൈസ കൊടുത്തിരിക്കണോ? ഒരു താല്പര്യം ഇല്ലാതെ രണ്ടെണ്ണം വന്ന്. ഇവിടെ കുഴപ്പം നമ്മൾ ഈ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കണത്. അപ്പം ഇപ്പം തന്നെ 1:30 മണിയായി. എല്ലാത്തിനും വിശപ്പടിച്ചു തുടങ്ങി, അത്യാവശ്യം ചൂടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു മറ്റേ വസന്ത പിടിച്ച കോയലെ പോലെ ഇരിക്കുന്നത്. ഓക്കെ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ആക്റ്റീവ് പയ്യന്മാരാണ് കേട്ടോ. ഇപ്പൊ ഒരു ബിരിയാണി വെച്ച് നോക്കിയാണ് ഇവിടെ. ഓക്കെ, ഇവന്മാരെ പവർ അപ്പൊക്കെ ആണ്. ഓക്കെ, ഓക്കെ. ഇവിടെ നോക്കിയോ പിള്ളേർ, ഇങ്ങോട്ട് നോക്കിയോ. കറണ്ട് പൈസ അല്ലടാ സുബിനെ, പോസിറ്റടാ. എടാ, നമുക്ക് ഈ ഫിലിം അവാർഡ്സ് ചോദിക്കാറുണ്ടേ. ആ ഫിലിം അവാർഡ്സിൽ തന്നെ ഫിലിം ഫെയർ അവാർഡ് ചോദിക്കാറുണ്ട്, മനസ്സിലായില്ലേ? ഫിലിം ഫെയർ അവാർഡുകളെ. ഓക്കെ, അപ്പോൾ നമ്മൾ 2023 68ാമത് ഫിലിം ഫെയർ അവാർഡ് പഠിക്കാൻ പോണത്. വളരെ കുറച്ച് ചോദ്യങ്ങളിൽ പഠിക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, തുടങ്ങാമല്ലോ.
മികച്ച ചിത്രം അറിയോ? 2023 എത്തി നോക്കിയിട്ട് പറയുന്നത് കണ്ണീർ ഉതി തരും കേട്ടാ. 2023 68ാമത് ഫിലിം ഫെയർ പുരസ്കാരം മികച്ച ചിത്രം ഗംഗൂബായി കത്തിയവാടി. എന്താണ്? ഗംഗൂബായി കത്തിയവാടി. പറ, ഗംഗൂബായി കത്തിയവാടി കേട്ടോ. ഗംഗൂബായി കത്തിയവാടി. ഓക്കെ, മികച്ച ചിത്രം ഏതാണ്? ഗംഗൂബായി കത്തിയവാടി. ഓക്കെ, അടുത്ത് മികച്ച നടൻ. മികച്ച നടൻ ആരെന്നറിയാവോ? മികച്ച നടൻ രാജ്കുമാർ റാവ്. ആരാണ്? രാജ്കുമാർ റാവ്. രാജ്കുമാർ റാവു ആണ് മികച്ച നടൻ. സിനിമയുടെ പേര് ബദായിദോ. ആരാണ്? ബദായിദോ. ഓക്കെ, അടുത്ത മികച്ച നടി. മികച്ച നടി മികച്ച നടി ആലിയ ഭട്ട്. ഗംഗൂബായി കത്തിയവാടി. ഗംഗൂബായി കത്തിയവാടി കേട്ടോ. മികച്ച നടി ആരാണ്? ആലിയ ഭട്ട്. ഗംഗൂബായി കത്തിയവാടി. ഓക്കെ, ഇനി 2 പോയിന്റ് പഠിക്കാനുള്ളൂ. മികച്ച സംവിധായകൻ. സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി. ആരാണ് പിള്ളേരെ? സഞ്ജയ് ലീല ബൻസാലി. സഞ്ജയ് ലീല ബൻസാലി. സിനിമ ഗംഗൂബായി കത്തിയവാടി. ഗംഗൂബായി കത്തിയവാടി. ലാസ്റ്റ് പോയിന്റ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ്? പ്രേം ചോപ്ര. ആരാണ് പിള്ളേരെ? പ്രേം ചോപ്ര. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം 2023 68ാമത് ഫിലിം ഫെയർ അവാർഡ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. മികച്ച ചിത്രം ഏതാണ്? ഗംഗൂബായി കത്തിയവാടി. ഗംഗൂബായി കത്തിയവാടി. മികച്ച നടൻ ആരാണ്? രാജ്കുമാർ റാവ്. ചിത്രം ഏതാണ്? ബദായിദോ. ഏതാണ്? ബദായിദോ. അടുത്ത് മികച്ച നടി ആരാണ്? ആലിയ ഭട്ട്. ഗംഗൂബായി കത്തിയവാടി. ആലിയ ഭട്ട്. ഗംഗൂബായി കത്തിയവാടി. ഓക്കെ, അടുത്ത് മികച്ച സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി. ഓക്കെ, ചിത്രം ഏതാണ്? ഗംഗൂബായി കത്തിയവാടി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രേം ചോപ്ര. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രേം ചോപ്ര. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ ഇത്രയും മനസ്സിലായത് നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിക്കേ. ഓക്കെ, ശരി. ആടാ സുബിനെ, മികച്ച ചിത്രം ഗംഗൂബായി കത്തിയവാടി. ഓക്കെ, അവിടെ മികച്ച നടൻ രാജ്കുമാർ. ബാക്കിയുണ്ട് രാജ്കുമാർ റാവു. ബദായിദോ. അവിടെ മികച്ച നടി ഗംഗൂബായി കത്തിയവാടി. ഓക്കെ, മികച്ച സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രേം ചോപ്ര. ഇതിപ്പോ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ശിവപ്രിയ അല്ല, ശിവപ്രിയ സുദർശന എത്രാമത്? ഏത് വർഷം? എല്ലാം പറഞ്ഞു. ഓക്കെ, സുനിൽ കുറച്ച് മലയാളം നോക്കാം. എടാ മലയാളത്തിൽ കുറച്ച് വിപരീതം നോക്കിണ്ടേ കേട്ടാ. പറഞ്ഞു നിന്നോണം കേട്ടാ. എടാ അണിമയുടെ വിപരീതം എന്താണ്? പറഞ്ഞോ? അണിമ ഗരിമ. അണിമയുടെ വിപരീതമാണ് ഗരിമ കേട്ടോ. അണിമ ഗരിമ കേട്ടോ. 10 ചോദിക്കും. ഓക്കെ, അണിമ ഗരിമ. ഓക്കെ, അടുത്ത് അചഞ്ചലം. അചഞ്ചലം ചഞ്ചലം. അനുഗ്രഹം നിഗ്രഹം. ഓക്കെ, അനാഥം സനാഥം. ഓക്കെ, അപകൃഷ്ടം ഉത്കൃഷ്ടം. അപകൃഷ്ടം ഉത്കൃഷ്ടം. ഓക്കെ, അപ്പൊ 5 പറ. നീ പറ. അണിമ. നീ പറയാൻ പറ്റുമ്പോ നീ പറയണ്ട. അണിമ ഗരിമ. അചഞ്ചലം ചഞ്ചലം. അനുഗ്രഹം നിഗ്രഹം. അനാഥം സനാഥം. അപകൃഷ്ടം ഉത്കൃഷ്ടം. നിങ്ങൾ മലയാളത്തിൽ അധികം നന്നായി മുന്നേറുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത അധികം. അധികം ന്യൂനമാണ്. അധികം ന്യൂനമാണ്. അല്പം. സ്വല്പം പറയരുത്. അല്പം അനിഴു. അല്പം അനൽപ്പം. അല്പം അനൽപ്പം. പഠിച്ചോണം കേട്ടോ. ഇത് ഈ വിപരീതമാണ് ഏറ്റവും കൂടുതൽ തെറ്റണം സാധനം. അല്പം അനൽപ്പം കേട്ടാ. അഗ്രജൻ അവരജൻ. ഓക്കെ, അബദ്ധം സുബദ്ധം. അപേക്ഷ ഉപേക്ഷ. അഭിജ്ഞൻ. അഭിജ്ഞടാ. അഭിജ്ഞൻ. അനഭിജ്ഞൻ. അനഭിജ്ഞൻ പറഞ്ഞാല് അനഭിജ്ഞൻ കേട്ടാ. അനഭിജ്ഞൻ. ഓക്കെ, അടുത്ത് അനവദ്യം. അവദ്യം കേട്ടോ. അവദ്യം അനവദ്യം. ഓക്കെ, അവദ്യം അനവദ്യം. ഓക്കെ, അത്താഴം മുത്താഴം കേട്ടോ. മുത്താഴം കേട്ടോ. മുത്താഴം. ഓക്കെ, അവശൻ. ആർക്കും അവശന്റെ വിപരീതം. അനവശനൊന്നുമല്ല. അവശൻ
അവശൻ ആരോഗ്യവാൻ. ഏതാണ് പിള്ളേരെ? ആരോഗ്യവാൻ. അവശൻ ആരോഗ്യവാൻ. ഓക്കെ ശരി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് എന്നെ ചോദിക്കാം പിള്ളേരെ. അണിമ ഗരിമ, അചഞ്ചലം ചഞ്ചലം, അനുഗ്രഹം നിഗ്രഹം, അനാഥം സനാഥം, അപകൃഷ്ടം ഉത്കൃഷ്ടം, അധികം ന്യൂനം, അല്പം അനൽപം, അഗ്രജൻ അവരജൻ, അബദ്ധം സുബദ്ധം. ഓക്കെ. അപേക്ഷ ഉപേക്ഷ, അവിജ്ഞൻ അനഭിജ്ഞൻ, അവിജ്ഞൻ അനഭിജ്ഞൻ, അനവദ്യം അവദ്യം. ഓക്കെ. അത്താഴം മുത്താഴം, അവശൻ ആരോഗ്യവാൻ. കേട്ടോ, ആരോഗ്യവാൻ. കേട്ടോ, അവശൻ ആരോഗ്യവാൻ. ഓക്കെ. ആരാ പറയാൻ പോകുന്നത്? ഫുള്ള് പറയണം. ആർക്ക് പറയാൻ പറ്റും? അവിടെ ശരണിക്ക് ഫുള്ള് പറയാൻ പറ്റുമോ? ശരണ്യ രണ്ടെണ്ണമൊക്കെ തെറ്റും. എപ്പോഴും ഓർപ്പിച്ചു രണ്ടെണ്ണം ഏതൊക്കെയും തെറ്റുമെന്ന്. അവിടെ ഷമീം ഫുള്ള് പറയാൻ പറ്റുമോ? ആ ഓക്കെ പറഞ്ഞു നോക്ക്. വിളിച്ചു പറയണം. അണിമ ഓക്കെ, അചഞ്ചലം ഓക്കെ, അനുഗ്രഹം ഓക്കെ, അനാഥം ഓക്കെ, അപകൃഷ്ടം ഉത്കൃഷ്ടം, അധികം അല്പം അല്പത്തിൽ വീണ് അനൽപ്പം വീണില്ല, അഗ്രജൻ അഗ്രജൻ അവരജൻ, അബദ്ധം സുബദ്ധം ഓക്കെ, അപേക്ഷ ഉപേക്ഷ, അവിജ്ഞൻ അവിജ്ഞൻ. ഒരു വാക്ക് ഒരു അക്ഷരം ചേർത്താൽ മതി ആ വാക്കിൻ്റെ കൂടെ. അനഭിജ്ഞൻ അനഭിജ്ഞൻ ഓക്കെ, അനവദ്യം അവദ്യം, അത്താഴം മുത്താഴം, അവശൻ ആരോഗ്യൻ. അവന് രണ്ടെണ്ണം പറയാൻ മിസ്റ്റേക്ക് വന്ന്. ആർക്ക് ഫുള്ള് പറയാൻ പറ്റും? ആര് ഫുള്ള് പറയും? ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് വരികയാണ്. ഓക്കെ. ഷമീം പറയപ്പെടുന്നത് ഷമീമിൻ്റെ ഭാര്യ ഷംന ഇറങ്ങുന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഭർത്താവിന് വേണ്ടി അവിടെ പറഞ്ഞ ഫുള്ള് നോക്കാം. അനിമ ഗരിമ, അചഞ്ചലം ചഞ്ചലം, അനുഗ്രഹം നിഗ്രഹം, അനാഥം സനാഥം, അപകൃഷ്ടം അധികം അല്പം, അഗ്രജൻ അബദ്ധം, അപേക്ഷ അവിജ്ഞൻ അനവദ്യം, അത്താഴം അവശൻ ആരോഗ്യവാൻ. നീ ഇതിലേതാണ്? അവശനാണ് ആരോഗ്യവാനാണ്? ആരോഗ്യവാനെന്നാണ് എൻ്റെ. അപ്പൊ ഇദ്ദേഹോ? ഓക്കെ. അടുത്തതിന്റെ ഓക്കെ. എടാ ഉസ്മാനി ഓപ്പോസിറ്റ് എടാ കുറച്ച് മലയാളം വാക്കുകളുടെ അർത്ഥം. ഓക്കെ. നമ്മൾ കുറച്ച് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടാ? മറ്റേ ഇത് അധനം ഭക്ഷണം കേട്ടാ. അധനം ഭക്ഷണം, ധനമുള്ളവന് ഭക്ഷണം വാങ്ങിക്കാനുള്ള പൈസയേ ഉള്ളൂ. ഓക്കെ ശരി. നോക്കാം. അച്ചം എന്ന് വെച്ചാൽ അച്ചം, ഇച്ച, പൂച്ചയുടെ ഇച്ചയാണ് അച്ചം. അച്ചം ഇതെല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. മനുഷ്യരായിട്ടുണ്ടെങ്കിൽ അച്ചമുണ്ടാവും. അച്ചമില്ല 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 അല്ല അച്ചമില്ല. അതായത് സിംഹം സിനിമയിൽ സൂര്യക്ക് അച്ചമില്ലെന്നാണ് പറയുന്നത്. എന്താണ്? അച്ഛനില്ലെന്നല്ല, അച്ചമില്ല. ആഗ്രഹമില്ലെന്നാ. ഭയം ഭയം ഭയം. അച്ഛം എന്ന് വെച്ചാൽ ഭയം. കേട്ടോ. അച്ഛൻ അപ്പൊ അങ്ങനെയല്ല സൂര്യജില്ല പിടിച്ചത്. അച്ഛം എന്ന് വെച്ചാൽ എന്താണ്? ഭയം. അച്ഛം ഭയം. എന്നിട്ട് അച്ഛമില്ല ഓർത്ത ചെയ്യുന്ന കേട്ടോ. സൂര്യക്ക് അച്ഛമില്ല. ഓക്കെ. അടുത്ത അങ്കാരം. അങ്കാരം 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 അങ്കാരം. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കളയെ പറയണമെന്നല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ ഇവിടെ LDF സ്ഥാനാർത്ഥികൾ, ലോക്സഭ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥികൾക്ക് ഒരു സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ അവർ അതിന് ശേഷം ഒരു പറഞ്ഞിറക്കിയ ഒരു പ്രചരണമുണ്ട്. കനൽ ഒരു തരി മതി. മനസ്സിലായില്ലേ? കേട്ടോ. അത് ഏതാണ്? തീക്കനൽ. അങ്കാരം ഏതാണ് പിള്ളേരെ? തീക്കനൽ. അങ്കാരം തീക്കനൽ. ഓക്കെ. അങ്കാരം തീക്കനൽ. ഓക്കെ. അങ്കുടം 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 അങ്കുടം. ഒരു ക്ലൂ വരാം. നമ്മളെ വീട്ടിലുള്ള സാധനമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിൽ. പക്ഷെ നമ്മളത് വീട്ടിലുള്ളപ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല. വീട്ടിലുള്ള സാധനം നമ്മൾ വീട്ടിലുള്ളപ്പോൾ നമ്മളത് ഉപയോഗിക്കില്ല. അതാരാ പറഞ്ഞത്? താക്കോല്. താക്കോല് നല്ലേ പറഞ്ഞത്. പക്ഷെ താക്കോലായിരുന്നു ആൻസർ. കേട്ടോ. താക്കോല് ഞാൻ വെച്ച് കറക്റ്റല്ലേ? നമ്മൾ വീട്ടിലുള്ളപ്പോൾ താക്കോല് നമ്മൾ ഉപയോഗിക്കും അധികം. നമ്മൾ എവിടെയും പോകുന്ന സമയത്തല്ലേ എന്ത് ചെയ്യുന്നത്? താക്കോൽ ഉപയോഗിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ അങ്കുടം താക്കോൽ. കേട്ടോ. അങ്കുടം താക്കോൽ. അങ്കുടം. കേട്ടോ. ഇങ്കയാണ് കേട്ടോ. ഇങ്ക. ഇങ്ക എന്ന് പറയുമ്പം ഏതിന്റെ ഇങ്ക? തങ്കത്തിന്റെ ഇങ്ക. തങ്കത്തിന്റെ ഇങ്ക. ഓക്കെ. പോസിറ്റ് ആണ്ട. അടുത്ത വാക്ക് അകം. മേഘത്തിന്റെ ക. പാപം. ഓക്കെ. എങ്ങനെ അറിയാം? ബ്രില്യൻ്റ് മോനെ. ഓക്കെ. പാപമാണ്. പാപം അങ്ങനത്തെ പരിപാടികളൊക്കെ അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം. കേട്ടോ. അകം പാപം. ഏതാണ്? അകം പാപം. ഓക്കെ. അടുത്ത അഭിജ്ഞാനം.
അവിജ്ഞാനം. അവിജ്ഞാനം എന്ന് വെച്ചാൽ അടയാളം. അവിജ്ഞാനം വെച്ചാൽ എന്താ വളരെ അടയാളം. എടാ പറ, അവിജ്ഞാനം വെച്ചാൽ എന്താണ്? അടയാളം. ഓക്കെ, അപ്പൊ അച്ചം, അച്ചം ഭയം. അങ്കാരം, തീക്കനൽ. അങ്കുടം, താക്കോല്. അകം, പാപം. അവിജ്ഞാനം, അടയാളം. അനുചിതം, അനുചിതം, അനുചിതമായ പ്രവൃത്തി. യോഗ്യമല്ലാത്ത. അനുചിതം എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? യോഗ്യമല്ലാത്ത. അനുചിതം എന്ന് വെച്ചാൽ എന്താണ്? യോഗ്യമല്ലാത്ത. ഓക്കെ, ശരി. അടുത്ത് അർദ്ധം. അർദ്ധം, അർദ്ധം. അർദ്ധം എന്ന് വെച്ചാൽ പകുതി. പകുതി. അർദ്ധം കേട്ടോ. അർദ്ധം എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? പകുതി. അർദ്ധം എന്ന് വെച്ചാൽ പകുതി. ഓക്കെ, ശരി. അടുത്ത അഞ്ജലി. അഞ്ജലി, അഞ്ജലി കൂപ്പുകയില്ലെങ്കിൽ തൊഴുകൈ കേട്ടോ. അഞ്ജലി കൂപ്പുകയില്ലെങ്കിൽ തൊഴുകൈ കേട്ടോ. അഞ്ജലി കൂപ്പുകയില്ലെങ്കിൽ തൊഴുകൈ. ഓക്കെ, അടുത്ത് എത്ര വാക്കേടാ? 8. അപ്പം പഠിക്കാം. ആരണം. ആരണം, ആരണം. 4 എണ്ണം ഉണ്ട്. ആരണം 4 എണ്ണം ഉണ്ട്. 4 എണ്ണമുള്ള സാധനമാണ്. എല്ലാവർക്കും ഇല്ല. ഒരാളുടെ കയ്യിലിരിപ്പുണ്ട് 4. ആൾക്ക് 3 തലയുണ്ട്. കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന ആൾക്ക്. വേദം, വേദം കേട്ടോ. വേദം. ആരെണ്ണം വെച്ചാൽ വേദം. വേദം, വേദം. ബ്രഹ്മാവിന് 3 തല. 4 ഉണ്ടായിരുന്നു. ഒരെണ്ണം ശിവ അറുത്ത് കളഞ്ഞു. 4 തല. 4 തല ഉണ്ടായിരുന്നു. ഹിന്ദു മിത്തോളജി പ്രകാരം ഒരെണ്ണം ശിവൻ അറുത്ത് കളഞ്ഞ്. ഇപ്പൊ 3 എണ്ണല്ലേ ഉള്ളൂ. അതിന് 4-ൽ 1 4 തല. 4 സ്ഥലം തല ഉണ്ടായിരുന്നു. ഫ്രണ്ട്, സൈഡ്, ബാക്ക്. ബാക്ക് ഇപ്പം ഇല്ല. അത് ശിവ അറുത്ത് കളഞ്ഞു. ഓക്കെ, ഇതാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു കഥ. നോക്കാം. ഓരോ കഥയിൽ ഓരോന്നാണ്ടേ. ചില കഥയിൽ പറയും മുരുകൻ മൂത്തത്, ആദ്യത്തെ ആള്, ഗണപതി 2ാമത്തെ ആളെന്ന്. ചില കഥയിൽ ഗണപതി ജ്യേഷ്ഠനും മുരുകൻ അനിയനുമാണ്. മനസ്സിലായി? ആരണം, ഭേദം. ആരണം, ഭേദം. ഓക്കെ, 9 എണ്ണല്ലേ ഉള്ളൂ. 10 എണ്ണം കൂടെ. ഒന്നാമത് ആദം. ആദം, ആദം. തത്തയുടെ തായാണ് ആദം. ആദം. ഒരു ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം കേട്ടാ. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. തിരുവനന്തപുരത്തുണ്ട്, കണ്ണൂരും ഉണ്ട്, വിയ്യൂരും ഉണ്ട്. ജയിലുമായി ബന്ധപ്പെട്ടത് തന്നെ. അഴിയല്ല. ആകെ പറയാം. ഇലങ്ങല്ല. ജയിലുമായി ബന്ധപ്പെട്ടത് തന്നെ. പക്ഷെ ഇത് എല്ലാവർക്കും ഒന്നും അങ്ങനെ ഉപയോഗിക്കില്ല. വളരെ റെയറായിട്ട് മാത്രമേ സാധനം ഉപയോഗിക്കാറുള്ളൂ. കഴുമരം. കഴുമരം, കഴുമരം. ആദം എന്ന് വെച്ചാൽ കഴുമരം കേട്ടോ. ആദം വെച്ചാൽ എന്താ പിള്ളേരെ? കഴുമരം. ഓക്കെ, ശരി. അപ്പൊ 10 നോക്കാം. അച്ചം, അച്ചം, ഭയം. അങ്കാരം, അങ്കാരം, തീക്കനല്. ഓക്കെ, അങ്കുടം, താക്കോല്. ഓക്കെ, അകം, പാപം. അവിജ്ഞാനം, അടയാളം. ഓക്കെ, അനുചിതം, യോഗ്യമല്ലാത്തത്. ഓക്കെ, അർദ്ധം, പകുതി. അഞ്ജലി, കൂപ്പുകൈ അല്ലെങ്കിൽ തൊഴുകൈ. ഓക്കെ, ആരണം, വേദം. ആദം, ആദം, കഴുമരം. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ശരി, ഓക്കെ, ശരി. അപ്പം നമുക്കിനി പരീക്ഷയിലേക്ക് പോവാം കേട്ടോ. പരീക്ഷ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പേപ്പറൊക്കെ എടുത്തോ. നീ കീഴേ പിള്ളേരെ ഹൗസിട്ടോ. ശരി, റിവിഷനാണ്. ഒന്നാമത്തെ ചോദ്യം, മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചതാര്? മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ചതാര്? അടുത്ത് IUPAC നിലവിൽ വന്ന വർഷം. IUPAC നിലവിൽ വന്ന വർഷം എഴുതിയല്ലോ. ഒരു ഏഷ്യൻ രാജ്യത്ത് നിന്ന് പേര് ലഭിച്ച ആദ്യ മൂലകം. ഒരു ഏഷ്യൻ രാജ്യത്ത് നിന്ന് പേര് ലഭിച്ച ആദ്യ മൂലകം. ആദ്യ മൂലകം. ഓക്കെ, 4ാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഭൂവൽക്കത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഭൂവൽക്കത്തിൽ ഓക്സിജൻ അളവ് എത്ര? 5ാമത്തെ ചോദ്യം, മെർക്കുറി കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മെർക്കുറിയുടെ അളവ് കൂടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗം ഏതാണ്? എത്ര പ്രശ്നമായി? 5. 6ാമത്തെ ചോദ്യം, ആഴ്സനിക്ക് മൂലകം കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആഴ്സനിക്ക് മൂലകം കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്?
പ്രശ്നമായി. 7ാമത്തെ ചോദ്യം, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിര മൂലകം ഏതാണ്? 8ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ഏത്? ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ഏത്? ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ഏത്? സ്ഥിരതയുള്ള ഐസോടോപ്പുകളുള്ള മൂലകം ഏത്? ഓക്കെ. 9ാം ചോദ്യം, എ മാൻ ഓഫ് എയ്റ്റ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എഴുതണം. എ മാൻ ഓഫ് എയ്റ്റ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് എഴുതണം. അടുത്ത ഫ്ലവേഴ്സ് കളക്ട് ചെയ്യുന്നവണ് എഴുതണം. ഫ്ലവേഴ്സ് കളക്ട് ചെയ്യുന്നവണ് എഴുതണം. ഓക്കെ. 10 ആയില്ലേ? ഇങ്ങോട്ട് പാസ് ചെയ്യ്. അവിടെ വാങ്ങിച്ചോ. പിടി. ഓക്കെ, ശരി. എടാ, മൂലകങ്ങൾ ആറ്റങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാ? തെളിയിച്ചതാരാ? ജോൺ ഡാൾട്ടൺ. ഓക്കെ. IUPAC ഏത് വർഷം? 1919. ഏഷ്യൻ രാജ്യത്തിന്റെ പേരിൽ വെച്ച ആദ്യ മൂലകം ഏതാ? നിഹോണിയമാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ അളവ് ഭൂവൽക്കത്തിലെ ഓക്സിജൻ അളവ് എത്ര? 46.6%. മെർക്കുറിയുമായി ബന്ധപ്പെട്ട രോഗം ഏതാണ്? മീനമാത. ഓക്കെ. അടുത്ത് ആഴ്സനിക്കുമായി ബന്ധപ്പെട്ട രോഗം ഏതാണ്? ബ്ലാക്ക് ഫുട്ട് രോഗം. അടുത്ത് ഇലക്ട്രോപോസിറ്റിവിറ്റി കൂടിയ സ്ഥിരതയുള്ള മൂലകം ഏതാ? CCM. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ടിന്നാണ്. ഓക്കെ. അടുത്ത് മാൻ ഓഫ് എയ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ. എടാ, മാൻ ഓഫ് എയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മാൻ ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ. ഫ്ലവേഴ്സിന് കളക്ട് ചെയ്യുന്നതാണ് എന്താണ്? ബൊക്കെ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. മാർക്കുകൾ നോക്കാം. അതുലിന് 10 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് മിസ്റ്റർ അതുൽ. ജോവിൻ എത്ര? കൺഗ്രാറ്റ്സ് മിസ്റ്റർ ജോവിൻ. ഓക്കെ. അവിടെ സുബിൻ 10. കൺഗ്രാറ്റ്സ്. ഷംന 10. കൺഗ്രാറ്റ്സ്. 8. ചൂടെ. ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് തെറ്റിച്ചത്? ബെഞ്ച്. ഇത്രയും നല്ല കണക്ഷൻ കിട്ടാൻ വേറെ ഇല്ല. ഫ്ലവേഴ്സ് വെച്ചാൽ ബൊക്ക ഉണ്ടാക്കണത്. പിന്നെ നിനക്ക് എന്താണ് ബെഞ്ച്? അവിടെ ഷമീം. കൺഗ്രാറ്റ്സ്. അവിടെ വിജിഷയ്ക്ക് തെറ്റിയത്? ഓക്സി. ശരി. ഓക്കെ. അവിടെ അർച്ചന 9. ഏത് തെറ്റിയത്? നീ ഇപ്പോൾ വരയ്ക്ക് വെളിയിലാണ് കേട്ടോ. 9 ഏത്? അതെങ്ങനെ ഒരു ബെഞ്ച് എൻ്റെ പേർക്ക് ഒരേ ക്വസ്റ്റ്യൻ തന്നെ തെറ്റണത്? അവിടെ സുദർശന അറിയാം ഫുള്ള്. കൺഗ്രാറ്റ്സ്. എവിടെ? ശരണ്യ 10. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ, ശരി. അപ്പം നിങ്ങളും നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ. പൊക്കോ.